friends, one reason പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിനീഷ്മ. വെൽക്കം ബാക്ക് ടു another വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാൻ. കാരണം ഞാൻ ഫേസ് ടു ഫേസ് ഇതുവരെ ആരെടുത്തും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അതിന് കുറച്ച് ഒരു മടി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി അതുകൊണ്ടാണ് ഫേസ് ടു ഫേസ് വരാഞ്ഞത്. ഞാൻ ഇതിന് മുന്നേ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷെയർഗാൻ്റെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്, അതായത് മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഷെയർഗാൻ യൂസ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ വീഡിയോ ചെയ്തപ്പോൾ. ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടത് ഹൗ ടു യൂസ് ഷെയർഗാൻ മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയത് കണ്ടപ്പോൾ, കാരണം 53 ആൾക്കാരെ വീഡിയോ കണ്ടു. ഭയങ്കര ഹാപ്പി ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യമായിട്ടൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ട് 53 ആൾക്കാരത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പിന്നീട് ഞാൻ ഏകദേശം ഒരു 1 വീക്കോ മറ്റോ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഷെയർഗാൻ്റെ തന്നെ ഒരു വെബ്സൈറ്റ്, ഷെയർഗാൻ്റെ ഷെയർ ട്രേഡിങ്ങിൽ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടി വീണ്ടും ഞാൻ ഇട്ടു. അപ്പോൾ എനിക്ക് അതിൽ 22 പേരോളം ആ വീഡിയോ കണ്ടു. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷനാണ് കൂടുതൽ പേര് ഉപയോഗിക്കുക, അതുകൊണ്ട് തന്നെയാണ് ഇതിനേക്കാളും കുറച്ച് വ്യൂസ് കുറഞ്ഞത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ സബ്സ്ക്രൈബേഴ്സ് നോക്കിയപ്പോൾ 1 സബ്സ്ക്രൈബർ. ഞാനപ്പോൾ മനസ്സിൽ ഭയങ്കര ഹാപ്പി, കാരണം ഒരാളെങ്കിലും എൻ്റെ ചാനൽ കണ്ടു, അത് ആക്സെപ്റ്റ് ചെയ്തു എന്നൊക്കെ കേട്ടപ്പോൾ. 53 ആൾക്കാർ ഓൾറെഡി എൻ്റെ ചാനൽ കണ്ടു, പക്ഷെ അവരെ ഇതാക്കിയിട്ടില്ല. 1 സെക്കൻഡ്. ഓക്കെ, പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ കണ്ടത് 1 സബ്സ്ക്രൈബർ. ആക്ച്വലി ഞാനത് അതാരായിരിക്കും എന്നറിയാനുള്ള ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് വേറെ ആരും എൻ്റെ ഹസ്ബൻഡായിരുന്നു. അപ്പം എനിക്ക് സന്തോഷം കൂടിയുള്ളൂ, ആര് ആക്സെപ്റ്റ് ചെയ്തോളൂ. അതിൻ്റെ ഒരു ഹാപ്പിനെസ് എൻ്റെ ഉള്ളിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. ഇത് 3rd വീഡിയോ ആണ് അങ്ങനെ നോക്കുമ്പോൾ. ആക്ച്വലി ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എന്നുള്ളതിലാണ് ഞാനത് അപ്ലോഡ് ചെയ്യണത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. ഞാൻ ഇപ്പോൾ ഷെയർ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം മാക്സിമം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിങ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ. കാരണം ട്രേഡിങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ടാണ് അങ്ങനൊരു പേടി അവരുടെ ഉള്ളിലുണ്ടാവുന്നത്. ആ പേടി ഞാൻ മാറ്റിത്തരാം, എനിക്കത്രേ പറയാനുള്ളൂ. മാക്സിമം ഞാനിപ്പോൾ മറ്റു 2 വീഡിയോസിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതൊന്നും ചെയ്യണ്ട, സബ്സ്ക്രൈബും ചെയ്യണ്ട, ലൈക്കും ചെയ്യണ്ട. ഞാൻ അതിന് വേണ്ടിയല്ല ഈ വീഡിയോ ഇറക്കണത്. എനിക്ക് ആ ഒരു സബ്സ്ക്രിപ്ഷൻ എനിക്ക് ആവശ്യമില്ല. സത്യത്തിൽ എനിക്ക് വേണ്ടത് ഷെയർ ട്രേഡിങ് അറിയാത്തവർ ഈ ചാനൽ കാണുക, മാക്സിമം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇതിൽ ഷെയർ ട്രേഡിങ് പഠിക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോളേ ഇതെല്ലാവരും അറിയുള്ളൂ. അപ്പോൾ ഷെയർ മാർക്കറ്റ് വളരെ നല്ലൊരു എഫേർട്ട് എടുത്ത്, അതായത് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സത്യത്തിൽ. പക്ഷെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാനും എല്ലാത്തിനും നമുക്ക് അവസരങ്ങളുണ്ട്. പഠിക്കാനായിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡിഗ്രി പഠിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി പഠിക്കുകയാണെങ്കിൽ 2 വർഷം, ഡിഗ്രിക്ക് 3 വർഷം, അതുപോലെ 10ാം ക്ലാസ് വരെ നമ്മൾ 10 വർഷത്തോളം നമ്മൾ അത് പഠിക്കാൻ വേണ്ടി പിന്നെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്ന ചോദ്യം വരുമ്പോൾ നമുക്ക് ഒരു പാർട്ട് ടൈം ജോബായിട്ട് തന്നെ ഈ ഷെയർ മാർക്കറ്റിനെ നമുക്ക് കൊണ്ടുപോകാം. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടോ ഈ ഒരു ബേസ് ഇത് എന്താണെന്ന് ഇനിയുള്ള തലമുറ പഠിച്ചിരിക്കണം. അത് അത്യാവശ്യമായി ഒരു സാഹചര്യം ഇപ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു സമയമാണ്. ഇപ്പോൾ ഏകദേശം മാർക്കറ്റ് ഒന്ന് താഴെ വീണ ഒരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലൊരു അവസരമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്.
അപ്പോൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് കാണാം. ഞാനിതിലിടുന്ന വീഡിയോസ് ആയാലും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഷെയർ ഗൺ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതിൽ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇടും. എങ്ങനെയാണ് ബൈ ചെയ്യുക, എങ്ങനെയാണ് സെൽ ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആപ്പിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ചെറിയൊരു രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനിയും ഷെയർ ഗാനെ കുറിച്ചിട്ട് ഇടും. അതല്ല മറ്റ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവരാണെങ്കിലും ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഒരിക്കലും സപ്പോർട്ടിംഗ് ആയിട്ട്, അതായത് ഷെയർ ഗാൻ്റെ പ്രൊമോഷനായിട്ടല്ല ഞാനിതിൽ ഒരു വീഡിയോസ് ഇറക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഷെയർ ഗാൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ വീഡിയോസ് ആയിട്ട് ഇടുന്നത്. അല്ലാതെ ഷെയർ ഗാനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും തന്നെ എൻ്റെ ചാനലിലില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരും പഠിക്കുക. നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ പൊക്കോ, നോ ഇഷ്യൂ. അപ്പോൾ പഠിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇതിനെ കണ്ട് എല്ലാവരും ഈ ഫീൽഡിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ.